ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സുസ്മിത നേഴ്സ് ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്യാമ പ്രസവത്തിന് വന്നെന്നൊക്കെ പറയുന്നു. സുസ്മിത ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അവളുടെ വയറ്റിൽ കുഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രസവിക്കാനാണെന്നൊക്കെ. സിസ്റ്റർ ഇപ്പോൾ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, എന്തോ ചതിയുണ്ടെന്നൊക്കെ പറയുന്നു. ഞാനൊന്ന് പരിശോധിക്കാൻ നോക്കിയതാണ്, പക്ഷെ ഡോക്ടർ എന്നെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. ഇനി ആ പരിസരത്തേക്ക് ചെല്ലരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി ഞാൻ നാളെ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. സുസ്മിത ഇപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഇത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്നൊക്കെ പറയുന്നു. പിന്നീട് വിഷ്ണു ശാലിനിയും ശാരദാമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തുന്നു. വിഷ്ണു പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലെത്തി ഇറങ്ങിക്കോളാൻ എന്നൊക്കെ. ശാരദാമ്മ അപ്പോൾ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇറങ്ങുക, നമ്മളെ വിഷ്ണു കാണുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട്, എല്ലായിടവും ഇരുട്ടാകുന്നുണ്ട്. ആ സമയത്ത് വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കട്ടെ, ജനറേറ്റർ ഓൺ ആക്കിയിട്ടൊക്കെ വരാമെന്ന് പറയുന്നു. ആ സമയം കൊണ്ട് ശാരദാമ്മയും ശാലിനിയും വെളിയിൽ ഇറങ്ങുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സത്യമ്മ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രോഹിതും വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരെയും കാണുന്നില്ല. ഡോക്ടർ വന്നിട്ട് രണ്ടുപേരെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നു. ശാലിനെ ബെഡിൽ കൊണ്ട് കിടത്തുന്നു. പെട്ടെന്ന് കറണ്ട് വരുന്നു. വിഷ്ണു ജീപ്പിന്റെ അടുത്തേക്ക് വരുമ്പോൾ കൂടെ വന്നവരെ കാണുന്നില്ല. വിഷ്ണു അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇവർ എവിടെ പോയി, നീ ഹോസ്പിറ്റലിൽ കയറിയിരിക്കുമോ എന്നൊക്കെ കരുതുന്നു. വിഷ്ണു ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. ആ സമയത്ത് സത്യാമ്മ അവിടെ ഇരിക്കുന്നത് കാണുന്നു. വിഷ്ണു സത്യാമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ എന്ന്. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ശ്യാമ ഇവിടെ അഡ്മിറ്റ് ആക്കിയതാണ്, നേരത്തെ അഡ്മിറ്റ് ആക്കിയതാണെന്നൊക്കെ പറയുന്നു. നീ എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നു. വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ വരുന്ന വഴി ഒരു പ്രഗ്നന്റ് ലേഡിയും അമ്മയും കണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ പ്രസവ വേദനയ്ക്ക് സമയമായെന്നും അതുപോലെ ഹോസ്പിറ്റലിൽ എത്തിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് എത്തിച്ചത്. പക്ഷെ ഇവിടെ വരെ എത്തിച്ചപ്പോ കറണ്ട് പോയി. ആ സമയത്ത് എവിടെ പോയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, അവർ അഡ്മിറ്റ് ആയി കാണുമായിരിക്കുമെന്നൊക്കെ. ശാലിനി വേദന കൊണ്ട് കരയുന്നുണ്ട്. ശാരദാമ്മയും ഡോക്ടറുമൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ ശാരദാമ്മയോട് പറയുന്നുണ്ട്, തൽക്കാലം ശ്യാമയുടെ അടുത്തേക്ക് പോകൂ, ഇവിടെയാണെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടെ ആകും, ശ്യാമയ്ക്ക് ചെന്ന് ആശ്വസിപ്പിക്കാനെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ വെളിയിലേക്ക് വരുന്ന സമയത്ത് രോഹിത്തും സത്യാമ്മയെല്ലാം ശാരദാമ്മയെ കാണുന്നുണ്ട്. സത്യാമ്മ ചോദിക്കുന്നുണ്ട്, ശാരദാമ്മ വന്നിരുന്നോ എന്നൊക്കെ. രോഹിത് പറയുന്നുണ്ട്, ശ്യാമയുടെ റൂം ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു. ശ്യാമയുടെ റൂമിലേക്ക് ശാരദാമ്മ ചെല്ലുന്നു. ശാരദാമ്മയെ കാണുമ്പോൾ ശ്യാമയ്ക്ക് ആശ്വാസമാകുന്നുണ്ട്. കുഞ്ഞേച്ചി അഡ്മിറ്റ് ആക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു. ശാരദാമ്മ എപ്പോൾ പറയുന്നുണ്ട്, ഈ ഹോസ്പിറ്റൽ തന്നെയാണ് അഡ്മിറ്റ് ആക്കിയേക്കുന്നതെന്നൊക്കെ. ശ്യാമ എപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ കുഞ്ഞേച്ചിയുടെ അടുത്താണ് അമ്മയുടെ ആവശ്യം, അമ്മ അങ്ങ് പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു. ശാരദാമ്മ ശ്യാമയോടൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ശാരദാമ്മ സങ്കടത്തോടെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ സമയത്ത് സുസ്മിതയും അവിടേക്ക് വരുന്നുണ്ട്. സുസ്മിത ശാലിനി കിടക്കുന്ന റൂമിലെ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ശാരദാമ്മയാണെങ്കിൽ സുസ്മിത എന്ന് വിളിക്കുന്നു. സുസ്മിത ഇപ്പോൾ സത്യാമ്മയും രോഹിത്തിനെയൊക്കെ കാണുന്നുണ്ട്. അവിടേക്ക് പോകുന്നുണ്ട്. വിഷ്ണുവും രോഹിത്തും സുസ്മിതയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ. ആ സമയത്ത് സുസ്മിത സത്യാമ്മയോട് പറയുന്നുണ്ട്, ഇവിടെ ശ്യാമയെ അഡ്മിറ്റ് ആക്കിയെന്നറിഞ്ഞു, അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നു. സത്യത്തിൽ രോഹിത്തിന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ ജനിക്കേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ പിരിഞ്ഞതാണല്ലോ. ഇപ്പൊ നമ്മ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എനിക്ക് ശ്യാമയുടെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കണ്ടിട്ട് ഞാൻ പൊക്കോളാമെന്നൊക്കെ പറയുന്നു. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം, പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. സുസ്മിത ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്നു. ശാരദാമ്മ ശാലിനിയുടെ റൂമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ശാരദാമ്മയ്ക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. എല്ലാവരും ഉള്ളത് കൊണ്ട് അവിടെ തന്നെ നിന്ന് കരയുകയാണ്. ശാലിനി ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഡെലിവറി നടക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. സുസ്മിത ശാരദാമ്മ മാറി നിന്ന് കരയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. സുസ്മിത അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഈ ഡോറിന്റെ അടുത്ത് വന്നിട്ട് ശാരദാമ്മ എന്തിനാണ് കരയുന്നത്, എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്നൊക്കെ കരുതുന്നു. സുസ്മിത ഉടനെ തന്നെ സത്യാമ്മയോടും രോഹിത്തിനോടും വിഷ്ണുവിനോടും എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട്, ശാരദാമ്മ ഇവിടെ നിൽക്കാതെ ആ ഡോറിന്റെ അവിടെ പോയി നിന്ന് കരയുകയാണ്, എന്താ കാര്യമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അതേ സമയത്ത് ശാലിനി ഒരുപാട് വേദനയോടെ കരയുന്നു. ഡോക്ടറും നേഴ്സും എല്ലാം ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്